കമാൻഡ് പറയുമ്പോൾ ഏത് ഇമോഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ട്രെയിൻ ചെയ്തത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഒരു ഇമോഷനിലോട്ട് നമ്മൾ വന്നതിന് ശേഷം മാത്രമേ ആ കമാൻഡ് പറയാവുള്ളൂ. ഈ ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡിന്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഡോഗിനെ ഒരു കാര്യം ഒബേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഞാൻ സിറ്റ് പഠിപ്പിക്കാനായിട്ട് ഡോഗിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഡോഗ് വളരെ ശാന്തമായിട്ട് പ്രതീക്ഷയോടുകൂടി ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും ഒരു പക്ഷേ ഇരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നതും ഇതിന് സമാനമായിട്ടുള്ള എക്സ്പെക്ടേഷനിലും ആ ഒരു ഇമോഷൻസിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഡോഗിൻ്റെയും നമ്മളുടെയും ഇമോഷൻസ് മാച്ച് ആവും. ഇതിനനുസരിച്ചിട്ടാണ് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അത് കണ്ടീഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രമാണ് സിറ്റ് എന്ന് പറയുന്നത്. ഡോഗ് ഒരു സ്ട്രേഞ്ചർ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര ദേഷിച്ച് കുരച്ചോണ്ടൊക്കെ നിൽക്കുവാണ്. നിങ്ങൾ കം ഹിയർ പഠിപ്പിച്ചേക്കുന്നതെന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് ഡോഗിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിലും ഒക്കെ ആയിരിക്കും ആ ഒരു കമാൻഡ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് ആളിനോട് കുരച്ചോണ്ടിരിക്കുന്ന ഡോഗിന്റെ മൂഡ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അതൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസും ഡോഗിന്റെ ഇമോഷനും മാച്ച് ആവുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ സിറ്റുവേഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോഗ് വരത്തില്ല. അപ്പം നമ്മൾ സാധാരണ അവിടെ ചെയ്യുന്നത് ഡോഗിൻ്റെ ആ മൂഡിന് സമാനമായിട്ടുള്ള ഒരു ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ തന്നെ നിന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഡോഗ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് പതുക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ആ സമയത്ത് സന്തോഷത്തോടു കൂടി കം ഹിയർ വിളിക്കുക, ഡോഗ് അടുത്ത് വരും.